എന്തെന്ത് വിസ്മയങ്ങളാണ് നമുക്ക് ചുറ്റും! എത്രയെത്ര കാഴ്ചകൾ, എത്രയെത്ര ശബ്ദങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, കൊതിപ്പിക്കുന്ന രുചികൾ! ഇവയെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ആനയിക്കുന്ന ശരീരത്തിലെ കവാടങ്ങളാണല്ലോ ഇന്ദ്രിയങ്ങൾ. ചുറ്റുപാടുകളിൽ നടക്കുന്ന ഓരോ മാറ്റവും തിരിച്ചറിഞ്ഞ് ഉചിതമായി പ്രതികരിക്കുക എന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 2ാം പാഠഭാഗമായ വിൻഡോസ് ഓഫ് നോളജിലെ കണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. ഐ ഈസ് ദ മേജർ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്പ് ദ ബ്രെയിൻ ടു ഇവോക്ക് സെൻസേഷൻ. 80% ഓഫ് സെൻസേഷൻ പ്രൊവൈഡഡ് ബൈ ഐസ്. ഏകദേശം 80% ഇന്ദ്രിയ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നത് കണ്ണുകളാണ്. ഹൗ ആർ ദ ഐസ് പ്രൊട്ടക്റ്റഡ്? എങ്ങനെയാണ് ഈ കണ്ണുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഐസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഐ സോക്കറ്റ്, എക്സ്റ്റേണൽ ഐ മസിൽസ്, ഐബ്രോ, ഐലാഷസ്, ഐലിഡ്സ്, കൺജങ്ക്റ്റീവ, ടീയേഴ്സ്. ഇതെല്ലാം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കണ്ണുകൾ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐ സോക്കറ്റ്. ഡിപ്രഷൻ ഇൻ ദ സ്കൾ. തലയോട്ടിയിലെ കുഴികളാണ് ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്ര കോടരം എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഐ മസിൽസ്. ഫിക്സ് ദ ഐ ബാൾ ഇൻ ദ ഓർബിറ്റ്. ഫിക്സ് ദ ഐ ബാൾ ഇൻ ദ ഓർബിറ്റ്. നേത്ര കോടരത്തിൽ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നു. ഐബ്രോ അല്ലെങ്കിൽ പുരികം. പ്രൊട്ടക്റ്റ് ഐ ഫ്രം ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും കണ്ണിനുള്ളിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു. ഐലാഷസ്, കൺപീലികൾ. പ്രൊട്ടക്റ്റ് ഐ ഫ്രം ഡസ്റ്റ്, സ്മോൾ ഓർഗാനിസംസ് ആൻഡ് എക്സ്റ്റേണൽ സബ്സ്റ്റൻസ്. പുറമേ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ണിലേക്ക് വീഴാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു. ഐലിഡ്സ്, കൺപോളകൾ. ഹെൽപ്പ് ടു സ്പ്രെഡ് ദ ടിയേഴ്സ് ഇൻ ദ ഐ. കണ്ണുനീര് കണ്ണിലെ എല്ലാ ഭാഗത്തെയും സ്പ്രെഡ് ചെയ്യുന്നതിന് കൺപോളകൾ സഹായിക്കുന്നു, ഐലിഡ്സ് സഹായിക്കുന്നു. കൺജങ്ക്റ്റീവ. സെക്രീറ്റ് മ്യൂക്കസ് വിച്ച് പ്രൊട്ടക്ട് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐബാൾ ഫ്രം ബീയിങ് ഡ്രൈ. ഈ കൺജങ്ക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. ടീയേഴ്സ്. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ ബാൾ. ലൈസോസോം, ദ എൻസൈം present the tears, destroy germs that enter the eyes. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയുള്ളതും നനവുള്ളതുമാക്കി നിലനിർത്തുന്നു. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ കണ്ണുനീരിൻ്റെ ധർമ്മം എന്താണ്? ദ ഫങ്ഷൻ ഓഫ് ടിയേഴ്സ്. ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐബാൾ. Lysosome, the enzyme present the tears, destroy germs that enter the eyes. How far is the structure of an eye adapted to perform its function? കാഴ്ച സാധ്യമാക്കാൻ കണ്ണിൻ്റെ ഘടന എത്രമാത്രം അനുയോജ്യമായിരിക്കും? Let us see. Eyeball is 3-layered. The outermost layer is sclera, middle layer is choroid, ആൻഡ് ഇന്നർമോസ്റ്റ് ലെയർ ഈസ് റെറ്റിന. കണ്ണിൻ്റെ പാളികൾ 3 പാളികൾ കൊണ്ടാണ് നേത്രഗോളം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള ബാഹ്യപാളി എന്ന് പറയുന്നത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. മധ്യപാളി എന്ന് പറയുന്നത് രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ആന്തരപാളി എന്ന് പറയുന്നത് റെറ്റിന. കുറച്ചുകൂടി വിശദമായി നമുക്ക് നോക്കാം. Sclera. The white outer layer which gives firmness to the eye, made up of connective tissues. So it gives protection of eye. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള
പാളിയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ഇതിന് വെളുപ്പ് നിറമാണ്. ഇത് കണ്ണിന് ദൃഢത നൽകുന്നു. ഇത് യോജക കലകളാൽ നിർമ്മിതമാണ്. ഇത് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മിഡിൽ ലെയർ, കൊറോയിഡ്. The middle layer which contain a large number of blood vessels. മിഡിൽ ലെയർ ആയിട്ടുള്ള കൊറോയിഡിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. It gives oxygen and nutrients to the eye tissues. ഇത് കണ്ണിൻ്റെ പേശികൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു. ഇതിൽ ധാരാളം രക്തക്കുഴലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഇരുണ്ട ചുമപ്പ് നിറമാണ്. ആന്ത്രപാളി, റെറ്റിന. ദ ഇന്നർ ലെയർ വിച്ച് ഹാവ് ഫോട്ടോറിസെപ്റ്റേഴ്സ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്ത്രപാളിയാണ് റെറ്റിന. ഇമേജ് ഈസ് ഫോംഡ് ഓൺ റെറ്റിന. ഇമേജസ് റെറ്റിനയിലാണ് ഉണ്ടാകുന്നത്. Cornea and conjunctiva are parts of sclera. Iris, pupil are parts of choroid. Yellow spot, blind spot are parts of retina. കോർണിയയും കൺജങ്ക്റ്റീവയും സ്ക്ലീറയുടെ ഭാഗങ്ങളാണ്. ഐറീസും പ്യൂപ്പിളും കൊറോയിഡിൻ്റെ ഭാഗവും യെല്ലോ സ്പോട്ട്, ബ്ലൈൻഡ് സ്പോട്ട് റെറ്റിനയുടെ ഭാഗവുമാണ്. The projected transparent anterior parts of the sclera is cornea. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. വിച്ച് റിഫ്രാക്റ്റ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. റെറ്റിനയിൽ ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്യുന്നതിന് കോർണിയ സഹായിക്കുന്നു. കോർണിയ അലോസ് ലൈറ്റ് റേസ് ടു എൻറ്റർ. പ്രകാശരശ്മികളെ കണ്ണിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയാണ്. കൺജങ്ക്റ്റീവ, ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ലെയറാണ് കൺജങ്ക്റ്റൈവ. Iris. Iris, the part of the choroid seen behind the cornea. കോർണിയയുടെ പിൻഭാഗത്തായി രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. Presence of pigment melanin gives the iris a dark color. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഐറിസിന് ഇരുണ്ട നിറം നൽകുന്നു. ആസ് പെർ ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് പിഗ്മെൻറ്റ് മെലാനിൻ കളർ ഓഫ് ദ ഐ വേരീസ്. മെലാനിൻ എന്ന് പറയുന്ന ഈ വർണ്ണവസ്തുവിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കണ്ണിന് നിറവ്യത്യാസം ഉണ്ടാകുന്നു. പ്യൂപ്പിൾ, ദ അപ്പാർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. The size of the aperture increase and decrease depending on the intensity of light. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നു. യെല്ലോ സ്പോട്ട്, the part of the retina where plenty of photoreceptors are present. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഇവിടെയാണ് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമ കാണപ്പെടുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്, ദ പാർട്ട് ഓഫ് ദ റെറ്റിന ഫ്രം വെയർ ദ ഒപ്റ്റിക് നെർവ്സ് ബിഗിൻസ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഹിയർ ദർ ഇസ് നോ വിഷൻ ആസ് ഫോട്ടോറെസിപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങളില്ല, അതുകൊണ്ട് കാഴ്ചയും സാധ്യമല്ല. ലെൻസ്,
Elastic transparent convex lens connected to ciliary muscles by thread-like ligaments. ഇലാസ്റ്റികതയുള്ള സുതാര്യമായ കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഇതിനെ സ്നായുക്കൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. സീലിയറി മസിൽസ്. സർക്കുലർ മസിൽസ് സീൻ അറൗണ്ട് ദ ലെൻസ്. ലെൻസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള മസിൽസാണ്, പേശികളാണ് സീലിയറി മസിൽസ്. The contraction and relaxation of these muscles alter the curvature of lens. ഇവയുടെ സങ്കോച വികാസം ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഒപ്റ്റിക് നെർവ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ഫോട്ടോറിസെപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ഇമ്പൾസിനെ ബ്രെയിനിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒപ്റ്റിക് നെർവാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. പൂച്ചയുടെ കണ്ണ് രാത്രിയിൽ തിളങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അത് തിളങ്ങുന്നത്? റെറ്റിനയുടെ പുറകിൽ ടപ്പീറ്റം ലൂസിഡം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പൂച്ചയ്ക്കുണ്ട്. അവിടെ പ്രകാശം അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് തിളങ്ങുന്നതായി അനുഭവപ്പെടുന്നത്. സ്പേസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് കോർണിയ ഈസ് അക്വസ് ചേംബർ. ദ വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ഫിൽഡ് ഇൻ ദ അക്വസ് ചേംബർ ഈസ് അക്വസ് ഹ്യൂമർ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് അക്വസ് ചേംബർ എന്ന്. അതിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു, രക്തത്തിലേക്ക് പുനരാഗീരണം ചെയ്യപ്പെടുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു. The space between lens and retina is vitreous chamber. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയെ പറയുന്ന പേരാണ് വിട്രിയസ് ചേംബർ എന്ന്. The jelly-like substance seen in vitreous chamber is vitreous humor. വിട്രിയസ് ചേംബറിൽ കാണപ്പെടുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഹെൽപ്സ് ഇൻ മെയിൻറ്റനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിന് ഗോളാകൃതിയാണ്. നേത്രഗോളത്തിന് 3 പാളികളുണ്ട്. ദൃഢപടലം, രക്തപടലം, റെറ്റിന എന്നിവയാണവ. നേത്രഗോളത്തിന്റെ ബാഹ്യപാളിയായ ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്നു. ഇത് യോജക കലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുമായ ഭാഗമാണ് കോർണിയ. ഈ ഭാഗമാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കോർണിയ ഒഴികെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ് രക്തപടലം. കണ്ണിനു മുൻഭാഗത്ത് രക്തപടലത്തിൽ നിന്നുണ്ടാകുന്നതും കോർണിയയ്ക്ക് പിന്നിലുള്ളതുമായ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തു ഇതിന് ഇരുണ്ട നിറം നൽകുന്നു. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാനാകും. ഐറിസിലെ പ്യൂപ്പിളിന് പിന്നിൽ ഇലാസ്തികതയുള്ള സുതാര്യമായ കോൺവെക്സ് ലെൻസ് കാണപ്പെടുന്നു. ലെൻസിൽ നിന്നും പുറപ്പെടുന്ന സ്നായുക്കൾ രക്തപടലത്തിൽ നിന്ന് രൂപപ്പെടുന്ന സീലിയറി പേശികളുമായി ലെൻസിനെ ബന്ധിപ്പിക്കുന്നു. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള സീലിയറി പേശികൾ സങ്കോചിക്കുകയും
വികസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുന്നു. നേത്രഗോളത്തിന്റെ ഏറ്റവും ആന്തരപാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. കാഴ്ചയ്ക്ക് സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഈ പാളിയിലാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു എന്നറിയപ്പെടുന്നു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണിത്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ല. കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. നേത്രനാഡിയാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്.